കുമാരനാശാൻ 1873 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് നാരായണൻ, മാതാവ് കൊച്ചുപെണ്ണ്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഉഷാ കല്യാണം എന്ന നാടകം എഴുതി അതിന് വളരെയധികം പ്രചാരം ലഭിച്ചു. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 1893 അദ്ദേഹം ശങ്കര ശതകം രചിച്ചു. കുറച്ചുകാലം കണക്കപ്പിള്ളയായി ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാംഗ്ലൂരിലെ ശ്രീരാമ രാജേന്ദ്ര സംസ്കൃത കോളേജിലും കൽക്കത്തയിലെ സംസ്കൃത കോളേജിലുമായി വിദ്യാഭ്യാസം. ഡോക്ടർ പൽപു വിദ്യാസമ്പാദനത്തിന് സഹായിച്ചു. ശ്രീനാരായണ ഗുരുവാണ് ഡോക്ടർ പൽപുവിനെ കുമാരനാശാന് പരിചയപ്പെടുത്തി കൊടുത്തത്. 1900 തിരികെ കേരളത്തിലെത്തി മൃത്യുഞ്ജയം, വിചിത്ര വിജയം എന്നീ നാടകങ്ങൾ രചിച്ചു. 1903 SNDP സെക്രട്ടറിയായി. 1904 വിവേകോദയം എന്ന മാസിക തുടങ്ങി. 1907 വീണപ്പൂവ് എന്ന ഖണ്ഡകാവ്യം രചിച്ചു. കുമാരനാശന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഖണ്ഡകാവ്യമാണ് വീണപ്പൂവ്. ശ്രീബുദ്ധചരിതം അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. 1916 മുതൽ വിവേകോദയം എന്ന മാസികയിൽ അത് പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 1911 നളിനി പ്രസിദ്ധീകരിച്ചു. 1913 മുതൽ ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായി. 1913 ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ചു. 1913 ആഗസ്റ്റിൽ അദ്ദേഹം ഭാനുമതി അമ്മയെ വിവാഹം കഴിച്ചു. 1920 ശ്രീചിത്ര സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. 1920 തന്നെ അദ്ദേഹം SNDP സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ചു. 1920 തന്നെ അദ്ദേഹം ചിന്താവിഷ്ടയായ സീത രചിച്ചു. 1922 ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരൻ കുമാരനാശാന് പട്ടം വളയും സമ്മാനിച്ചു. 1923 ദുരവസ്ഥയും 1924 കരുണയും രചിച്ചു. ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് കുമാരനാശാൻ. വള്ളത്തോളും ഉള്ളൂരും ആണ് മറ്റു രണ്ടുപേർ. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ ഒരു കവിയാണ് കുമാരനാശാൻ. അദ്ദേഹം 1924 പല്ലനയാറ്റിലെ ബോട്ടപകടത്തിൽ മരണമടഞ്ഞു. കുമാരനാശാൻ 1873 തിരുവനന്തപുരം